വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫീഡിങ് കുർത്തീസിൻ്റെ കളക്ഷൻസാണ്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന പാറ്റേൺ ഫീഡിങ് കുർത്തിയായിട്ട് ഇടാം, അല്ലാതെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നല്ല ഫ്രോക്ക് പോലെ കിടക്കുന്ന നല്ല ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള മിസ് 20 ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തീസാണ്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitsindia.com സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നല്ല ഭംഗിയാണ്, നല്ല റയോൺ ഫാബ്രിക്കിലുമാണ് വന്നിരിക്കുന്നത്. 1049 ആണ് റേറ്റ് വരിക. ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു 3 ലെയേഴ്സ് വന്നിട്ട്, ഒരു 2 ലെയേഴ്സ്, 3 ലെയേഴ്സിൽ 2 ലെയേഴ്സ് വന്നിട്ടാണ് ആ ഒരു പാറ്റേൺ പോയിരിക്കുന്നത്. സിമ്പിൾ എലഗൻറ്റ് കംഫർട്ടബിൾ വെയർ. ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും ഹേർട്ട് ഇങ്ങനെ ഒട്ടും കുത്തിക്കൊള്ളാത്ത ടൈപ്പിലാണ് ആ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാനും അമ്മമാർക്കൊക്കെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഇൻവിസിബിൾ സിബ്ബാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമുക്ക് അറിയത്ത് പോലും ഇല്ല സിബ്ബ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റില്ല. ഇൻവിസിബിൾ സിബ്ബാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പിൻടക്കിനകത്തേക്കാണ് ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വിസിബിൾ അല്ല. നല്ല ഇൻവിസിബിൾ സിബ് കണ്ടോ, 2 സൈഡിലും നന്നായിട്ട് ഈ 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. നല്ല സോഫ്റ്റ് ഫിനിഷുമാണ് ഫാബ്രിക്. 1049 ആണ് റേറ്റ്. ഇതിപ്പോൾ ഫീഡിങ് കുർത്തിയായിട്ടോ അല്ലാതെ ഇടാൻ പറ്റുന്ന പാറ്റേണാണ്. വിസിബിളേ അല്ല ഇതിൻ്റെ സിബ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരിക. 38 to 44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരിക. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇത് ഫീഡിങ് കുർത്തിയായിട്ട് മാത്രമല്ല കേട്ടോ, അല്ലാതെ യൂസ് ചെയ്യാം. പോക്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ്. ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ഫിനിഷ്, ഭയങ്കര സോഫ്റ്റാണ് ഫാബ്രിക്. റയോൺ ഫാബ്രിക്കാണ്. 1049 റേറ്റ്. സിമ്പിൾ നെക്ക് വന്നിട്ട് പിൻടക്സ് കൊടുത്തേക്കുക. പിൻടക്സിനുള്ളിലാണ് ഇൻവിസിബിൾ സിബ് കൊടുത്തേക്കുന്നത്. സ്ലീവ്സ് സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഭയങ്കര കംഫി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തി ഔട്ട്ലുക്ക് വരുന്നതിനാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഗ്രീൻ ഒരു റെയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. സിമ്പിൾ നെക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും പിൻടക്സ് കൊടുത്തിട്ടുണ്ട്. ഫീഡിങ് ടൈപ്പിലാണ് വന്നേക്കുന്നത്. ഇൻവിസിബിൾ സിബ്ബാണ് വെച്ചേക്കുന്നത്. പ്ലീറ്റഡ് ആണ് കുർത്തി വരുന്നത്. ഫ്രോക്ക് പോലെ സിംപ്ലി വേറെ ഭയങ്കര കംഫി ഫാബ്രിക് ആണ്. 1049 ആണ് റേറ്റ്. 38 to 44 അല്ലെങ്കിൽ 46 ചിലതിനുണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. ഫീഡിങ് കുർത്തിയാണ്. 1049 ആണ് റേറ്റ്. സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള കുർത്തി. 38 to 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കുർത്തി വരുന്നത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിൻറ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. കോളർ നെക്ക് വന്നിട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ബട്ടൺ കൊടുത്തേക്കുക. സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഫീഡിങ് കുർത്തിയല്ല, നോർമൽ കുർത്തിയാണ്. വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുന്നത്. ബ്ലാക്ക് ലെഗിൻസിൻ്റെയും കൂടെ ലിങ്ക് കൊടുത്തേക്കാം. സ്ട്രേറ്റ് പാൻറ് ഉണ്ടെങ്കിൽ അതും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. സ്ലീവ്സ് വന്നിരിക്കുന്നത് ഇതുപോലെ സിമ്പിൾ സ്ലീവ്സ്. അതിൽ ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ടെന്നസി ബ്രാൻഡഡ് ആണ്. സീം അലവൻസ് ഇട്ടിട്ടുണ്ട്. ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. 1049 ആണ് റേറ്റ്. ഇതിൻ്റെ ഒരു 3 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. മൾട്ടി കളേർഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല കളർഫുൾ ആണ്. ദുപ്പട്ട യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ല സിംപ്ലി നിങ്ങൾക്ക് കുർത്തി സ്റ്റൈലിൽ ഇടാനും ഭംഗിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ്. ഡാർക്ക് മെറൂൺ കളറിലുള്ള ബോട്ടം ഇട്ടാൽ നന്നായിട്ട് മാച്ച് ആയിപ്പോയി. ഇപ്പം ഞാൻ കോമൺ ബ്ലാക്ക് ആയിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഷിമ്മർ ലെഗിൻസ് ഇല്ലേ ഗോൾഡൻ കളർ, അതും നന്നായിട്ട് മാച്ച് ആയിപ്പോയി. കാരണം ഇതിനകത്തൊരു ഗോൾഡൻ ചെറിയൊരു പ്രിൻറ്റും കൂടി പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. 1049 ആണ് റേറ്റ്. കോളർ നെക്ക് വന്നിട്ട് ഇതുപോലെ വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നാൽ നെക്ക് ഓപ്പണും ആണ്. 38 to 44 അല്ലെങ്കിൽ 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഒരു ബ്ലൂ ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കളർ കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. നല്ല നെക്ക് പാറ്റേണുമാണ്. 1049 ആണ് റേറ്റ്. ഫ്ലോയി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത്. ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ചെയ്യുന്നത് ആ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitsindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല,
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.